ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സ്വദേശ് മെഗാ ക്യൂസ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അപ്പോൾ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് കറക്റ്റായി എത്തുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ഓരോ ചോദ്യങ്ങളായി നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്വാളിൽ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമം ഏതാണ്? ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്വാളിൽ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമം ഏതാണ്? ഉത്തരം ടോൾസ്റ്റോയി ഫാം. ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്വാളിൽ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമം ഏതാണ്? ടോൾസ്റ്റോയി ഫാം ആണ്. അടുത്ത ചോദ്യം: 2026 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2026 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം മമ്മൂട്ടി. ബ്രഹ്മയുഗം എന്ന സിനിമയിലാണ് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം ഇതാണ്: ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി നാസ ശാസ്ത്രജ്ഞൻ ആരാണ്? ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി നാസ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം അനിൽ മേനോൻ. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി നാസ ശാസ്ത്രജ്ഞനാണ് അനിൽ മേനോൻ. അടുത്ത ചോദ്യം: സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളിൽ പെടുന്നു? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളിലാണ് പെടുന്നത്? ഉത്തരം ആർട്ടിക്കിൾ 19. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഭരണഘടനയിലെ ആർട്ടിക്കിൾ 19 ഉൾപ്പെടുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന ദേശീയ നേതാവ് ആരാണ്? പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന ദേശീയ നേതാവ് ആരാണ്? ഉത്തരം വരുന്നത് ലാലാ ലജ്പത് റായ്. പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന ദേശീയ നേതാവാണ് ലാലാ ലജ്പത് റായ്. ഓക്കെ, അടുത്ത ചോദ്യം: ആരുടെ സ്മരണാർത്ഥമാണ് ദേശീയ യുവജന ദിനം ആചരിക്കുന്നത്? ആരുടെ സ്മരണാർത്ഥമാണ് ദേശീയ യുവജന ദിനം ആചരിക്കുന്നത്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. ആരുടെ സ്മരണാർത്ഥമാണ് ദേശീയ യുവജന ദിനം ആചരിക്കുന്നത്? സ്വാമി വിവേകാനന്ദന്റെ സ്മരണാർത്ഥമാണ് ദേശീയ യുവജന ദിനം ആചരിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഏത് വർഷം മുതലാണ് നെഹ്റുവിൻ്റെ ജന്മദിനം ശിശുദിനമായി ആചരിക്കാൻ തുടങ്ങിയത്? ഏത് വർഷം മുതലാണ് നെഹ്റുവിൻ്റെ ജന്മദിനം ശിശുദിനമായി ആചരിക്കാൻ തുടങ്ങിയത്? ഉത്തരം നോക്കിക്കോളൂ. 1964. അപ്പോൾ 1964 മുതലാണ് നെഹ്റുവിൻ്റെ ജന്മദിനം ശിശുദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്: ഏതു പ്രധാനമന്ത്രിയുടെ കാലത്താണ് ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ടത്? ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ടത്? ഉത്തരം ഇന്ദിരാഗാന്ധി. അപ്പോൾ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്താണ് ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെടുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ബഹിരാകാശ സഞ്ചാരിയായ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? ബഹിരാകാശ സഞ്ചാരിയായ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? ഉത്തരം നോക്കൂ, കൽപ്പന ചൗള. ബഹിരാകാശ സഞ്ചാരിയായ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? കൽപ്പന ചൗളയാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഉത്തർപ്രദേശിലെ പ്രധാന നഗരമായ അലഹബാദിൻ്റെ ഇപ്പോഴത്തെ പേരെന്താണ്? ഉത്തർപ്രദേശിലെ പ്രധാന നഗരമായ അലഹബാദിൻ്റെ ഇപ്പോഴത്തെ പേരെന്താണ്? ഉത്തരം പ്രയാഗ്രാജ്. ഉത്തർപ്രദേശിലെ പ്രധാന നഗരമായ അലഹബാദിൻ്റെ ഇപ്പോഴത്തെ പേര് പ്രയാഗ്രാജ് എന്നാണ്. അടുത്ത ചോദ്യം ഇതാണ്: നെഹ്റു പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആരാണ്? നെഹ്റു പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആരാണ്? ഉത്തരം ഓർത്തു വെച്ചോളൂ, മദർ തെരേസ. നെഹ്റു പുരസ്കാരം ലഭിച്ച ആദ്യ വനിതയാണ് മദർ തെരേസ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. പ്രധാനമന്ത്രിമാരുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? പ്രധാനമന്ത്രിമാരുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏതാണ്?
ഉത്തരം അലഹബാദ്. പ്രധാനമന്ത്രിമാരുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരമാണ് അലഹബാദ്. അടുത്തത്, സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭ കാലഘട്ടത്തിൽ ജവഹർലാൽ നെഹ്റു കൂടുതൽ തവണ തടവിലാക്കപ്പെട്ട തടവറയുടെ പേരെന്താണ്? സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭ കാലഘട്ടത്തിൽ ജവഹർലാൽ നെഹ്റു കൂടുതൽ തവണ തടവിലാക്കപ്പെട്ട തടവറയുടെ പേര് എന്താണ്? ഉത്തരം വരുന്നത് അഹമ്മദ് നഗർ കോട്ട. അപ്പോൾ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭ കാലഘട്ടങ്ങളിൽ ജവഹർലാൽ നെഹ്റു കൂടുതൽ തവണ തടവിലാക്കപ്പെട്ട തടവറ ഏതാണ്? അഹമ്മദ് നഗർ കോട്ട. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചോദ്യം, ഇന്ത്യ ഇന്ത്യക്കാരന് എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയ വ്യക്തി ആരാണ്? ഇന്ത്യ ഇന്ത്യക്കാരന് എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയ വ്യക്തി ആരാണ്? ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി. ഇന്ത്യ ഇന്ത്യക്കാരന് എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയ വ്യക്തിയാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മലയാള നോവൽ ഏത്? ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മലയാള നോവൽ ഏതാണ്? ഉത്തരം നോക്കിക്കോളൂ, ചെമ്മീൻ. ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മലയാള നോവൽ ഏതാണ്? ചെമ്മീനാണ്. അടുത്തത്, നെഹ്റുവിൻ്റെ ആദ്യത്തെ പൊതുപ്രസംഗം എവിടെ വച്ചായിരുന്നു? നെഹ്റുവിൻ്റെ ആദ്യത്തെ പൊതുപ്രസംഗം എവിടെ വച്ചായിരുന്നു? ഉത്തരം നോക്കൂ, അലഹബാദിൽ വെച്ച്. 1915 അലഹബാദിൽ വെച്ചായിരുന്നു നെഹ്റുവിൻ്റെ ആദ്യത്തെ പൊതുപ്രസംഗം. അടുത്ത ചോദ്യം ഇതാണ്. സ്വാതന്ത്ര്യ സമരകാലത്ത് ആദ്യത്തെ വട്ടമേശ സമ്മേളനം നടന്ന വർഷമേത്? സ്വാതന്ത്ര്യ സമരകാലത്ത് ആദ്യത്തെ വട്ടമേശ സമ്മേളനം നടന്ന വർഷമേതാണ്? ഉത്തരം നോക്കൂ, 1930. സ്വാതന്ത്ര്യ സമരകാലത്ത് ആദ്യത്തെ വട്ടമേശ സമ്മേളനം നടന്ന വർഷം 1930 ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ട വർഷമേത്? ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ട വർഷമേതാണ്? ഉത്തരം 1949. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ട വർഷം 1949. അടുത്ത ചോദ്യം ഇതാണ്. ഇന്ത്യയിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച സംഭവം ഏതാണ്? ഇന്ത്യയിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച സംഭവം ഏതാണ്? ഉത്തരം ഉപ്പു സത്യാഗ്രഹം. ഇന്ത്യയിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച സംഭവം ഉപ്പു സത്യാഗ്രഹമാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം ഇതാണ്. ജവഹർലാൽ നെഹ്റു എത്ര തവണ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു? ജവഹർലാൽ നെഹ്റു എത്ര തവണ കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുണ്ട്? ഉത്തരം 6 തവണ. ജവഹർലാൽ നെഹ്റു 6 തവണയാണ് കോൺഗ്രസ് പ്രസിഡന്റായി പ്രവർത്തിച്ചത്. ഇനി അടുത്ത ചോദ്യം. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം ഏതാണ്? ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തരം നോക്കൂ, ആന്ധ്രാപ്രദേശ്. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. അപ്പോൾ ഫ്രണ്ട്സ്, സ്വദേശ് മെഗാ ക്യൂസുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് എല്ലാ ചോദ്യങ്ങളും നന്നായി പഠിച്ചു വെക്കുക. അപ്പോൾ ഇനി നിങ്ങൾക്കായൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ തരാം. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ആരൊക്കെയാണ് കമൻറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്. പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന ദേശീയ നേതാവ് ആരാണ്? നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഒരു ചോദ്യം തന്നെയാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്തോളൂ. പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന ദേശീയ നേതാവ് ആരാണ്? അറിയാത്തവർ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ കൂടുതൽ ക്വിസ് വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് കറക്റ്റ് ടൈമിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.